തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ റോഡിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനത്തെ പിന്തുണച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണെന്ന BJP നേതാവ് MS കുമാറിന്റെ ആരോപണം ശരിവെച്ച് CPIM. MS കുമാർ പറഞ്ഞത് ശരിയാണെന്ന് 92-93 കാലത്ത് തിരുവനന്തപുരം നഗരസഭാ CPM കൗൺസിലറും മുൻ മേയറുമായ ജയൻ ബാബു പറഞ്ഞു. LDFന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു പ്രമേയം പാസാക്കിയതെന്നാണ് MS കുമാറിന്റെ വാദം. 24-നായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. 32 വർഷങ്ങൾക്ക് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ 1992 അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലെ മുമ്പിലുള്ള റോഡ് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡെന്ന് നാമകരണം ചെയ്ത് ബോർഡ് സ്ഥാപിക്കണം എന്നുള്ളതിൻ്റെ പ്രമേയം അംഗീകരിച്ചു. പിന്തുണയ്ക്കാൻ 5 പേര് ഇവർ പിന്തുണച്ചു, കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം. അല്ല പിന്നെ എങ്ങനെ 5 പേരുള്ള ഞങ്ങൾക്ക് പ്രമേയം പാസ്സാക്കാൻ പറ്റും? ഇത് ചുമ്മാ ഒരു ഷോ കാണിക്കുന്നതല്ലേ. ഇപ്പോൾ ഡോക്ടർ ഹെഡ്ഗേവാർ അവർക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടാകാം. സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഇവർ പഠിപ്പിച്ച സ്വാതന്ത്ര്യ സമരം മാത്രമാണോ ഉള്ളത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നൊക്കെ ഇവർക്ക് പറയാം. അതൊന്നുമല്ലല്ലോ. ചരിത്രം സത്യസന്ധമായി പഠിക്കണ്ടേ? ഈ പ്രമേയത്തെ CPM ശക്തിയായിട്ട് എതിർത്തു. LDFനെ അനുകൂലിച്ച് നിൽക്കുന്ന എല്ലാവരും എതിർത്തു. പക്ഷേ ലീഗുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അതിനെ അനുകൂലിക്കാനുണ്ടായത്. അതാണ് സംഭവം. സലീം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാൻ. സലീം, ഈ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദം തിരുവനന്തപുരത്തും ഉണ്ടായിരിക്കുന്നു. അതിൽ എന്താണ് ഇപ്പോൾ ഈ കാര്യത്തിൽ, അതായത് നേരത്തെ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ തീരുമാനിച്ചിരുന്നുവെന്നും അതിന് ലീഗും കോൺഗ്രസും ഒക്കെ പിന്തുണച്ചിരുന്നെന്നുമാണല്ലോ MS കുമാർ പറയുന്നത്. എന്താണ് ഈ വിവാദത്തിന്റെ പൊരുൾ? ഈ നേതാക്കളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗോപി, തിരുവനന്തപുരത്ത് ഫോർട്ട് ഹൈസ്കൂൾ മുതൽ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള റോഡിനെ ചൊല്ലിയാണ് ഇപ്പോഴുള്ള തർക്കം. അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള റോഡാണ്. പാലക്കാട് ഈ ഹെഡ്ഗേവാറിന്റെ പേരിട്ടതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തെ ആ പഴയ പേര് ഓർത്തെടുത്ത് നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയത്. 1992-93 കാലത്താണ് ഈ റോഡിന് ഈ വാഴപ്പള്ളി ഫോർട്ട് ഹൈസ്കൂൾ റോഡിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയത് എന്നുള്ളതാണ് പറയുന്നത്. അന്നത്തെ നഗരസഭാ കൗൺസിലറായിരുന്ന BJP അംഗമായിരുന്നു MS കുമാർ. അന്ന് BJPക്ക് 6 അംഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അക്കാലത്ത് MS കുമാർ ഇത്തരത്തിൽ ഹെഡ്ഗേവാറിന്റെ പേര് നൽകണമെന്ന് പറഞ്ഞ് നഗരസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. വെറും 6 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന BJPക്ക് ആ പ്രമേയം പാസ്സാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയോടുകൂടിയാണ് എന്നുള്ളതാണ് MS കുമാറിന്റെ അവകാശവാദം. അന്ന് CPIM ഉൾപ്പെടെയുള്ള LDFന്റെ ഘടകകക്ഷികൾ അതിനെ എതിർത്തു. പക്ഷേ താൻ കൊണ്ടുവന്ന പ്രമേയത്തെ കോൺഗ്രസും ലീഗും അനുകൂലിച്ചതോടുകൂടി ആ പ്രമേയം പാസ്സാവുകയും നഗരസഭാ രേഖകളിൽ ഹെഡ്ഗേവാറിന്റെ പേര് ആ റോഡിന് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇതേ വാദം ജയൻ ബാബു, CPIMന്റെ മുൻ മേയറാണ്, അന്നത്തെ കൗൺസിലറാണ്, ഈ പ്രമേയം അവതരിപ്പിക്കുന്ന കാലത്തെ കൗൺസിലറാണ്, 92-93 കാലത്തെ കൗൺസിലറാണ്. അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു പ്രമേയം വന്നത് താൻ ഓർക്കുന്നുണ്ട്. അന്ന് ഇടതുമുന്നണിയിലെ മുഴുവൻ കക്ഷികളും എതിർത്തിട്ടും അന്നത്തെ CPIMന്റെ എല്ലാവരും എതിർത്തിട്ടും കോൺഗ്രസിന്റെയും ലീഗിന്റെയും BJPയുടെയും ഒന്നിച്ചുള്ള പിന്തുണയിലായിരുന്നു ആ പ്രമേയം പാസ്സായത് എന്നുള്ളതാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. നഗരസഭാ രേഖകളിൽ ഇപ്പോഴും ഹെഡ്ഗേവാർ എന്ന് തന്നെയാണ് ആ റോഡിന്റെ പേര് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സ്ഥലത്ത്, ആ റോഡിൽ നമ്മളിപ്പോൾ പോയതാണ്, അവിടെ ഏതെങ്കിലും നിലയിലുള്ള സൂചനാ ഫലകങ്ങളൊന്നും ഇപ്പോഴില്ല. റോഡ് വികസിപ്പിച്ചപ്പോൾ അത്തരത്തിലുള്ള പേരുകൾ, നെയിം ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരുന്നതാണ്. അതൊക്കെ പോയി. അവിടുത്തെ ആളുകൾക്കും അത്തരത്തിലൊരു പേര് അവിടെ ഉണ്ട് എന്നറിയില്ല. പക്ഷേ രേഖകളിൽ ഇപ്പോഴും ഹെഡ്ഗേവാർ റോഡ് എന്നുള്ളതാണ് ആ ചെറിയ 300 മീറ്റർ വരുന്ന റോഡിന്റെ ഇപ്പോഴത്തെയും പേര്. GK. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.